കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം എന്തൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസിന് നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെ സ്ക്രീൻ തന്നെയായിരിക്കും അല്ലേ, ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ആയാലും ഏതിപ്പോൾ നമുക്ക് ടി വിൻ്റെ സ്ക്രീൻ ആയാലും അതായിരിക്കും നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, സോ ഇൻ കേസ് നമുക്ക് അവിടെ എന്താണോ കമ്പ്യൂട്ടറിൽ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റഡ് ആയിട്ട് കിട്ടണം അല്ലേ. സോ അതായത് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടണം. സോ ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിൻറ്റർ അല്ലെങ്കിൽ പ്ലോട്ടർ. ഓക്കെ, സോ നമ്മൾ പ്രിൻറ്ററിനെയും പ്ലോട്ടറിനെയും പറ്റിയിട്ടാണ്, അതായത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആയ പ്രിൻറ്ററിനെയും പ്ലോട്ടറിനെയും പറ്റിയിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രിൻറ്ററും പ്ലോട്ടറിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനില്ല, ജസ്റ്റ് അതിനൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. To put images on film, simply photograph a scene displayed on a video monitor. Also can put pictures on paper by directing graphics output to printer or plotter. യെസ്, നമുക്ക് ഒരു ഇമേജ് നമുക്ക് കാണണമെങ്കിൽ, നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീൻ യൂസ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ പ്രിൻറ്ററിലെല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, then to produce a smooth characters in printed text strings, higher quality printers can be used. അതായത് നല്ല ക്വാളിറ്റിയിലെ പ്രിൻറ്റഡ് ടെക്സ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റിയിലെ പ്രിൻറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ പ്രിൻറ്റേഴ്സ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ബൈ ഐദർ ഇമ്പാക്റ്റ് ഓർ നോൺ ഇമ്പാക്റ്റ് മെത്തേഡ്. പ്രിൻറ്റേഴ്സ് ഔട്ട്പുട്ട് ഒന്നിക്കൽ ഇമ്പാക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നോൺ ഇമ്പാക്റ്റ് മെത്തേഡിലൂടെയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇനി എന്താണ് ഇമ്പാക്റ്റ് മെത്തേഡ്, എന്താണ് നോൺ ഇമ്പാക്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് പ്രസ് ഫോംഡ് ക്യാരക്ടർ ഫേസസ് എഗെയിൻസ്റ്റ് ആൻ ഇങ്ക്ഡ് റിബൺ ഓൺ ടു ദ പേപ്പർ. യെസ്, എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് പ്രിൻറ്റർ വർക്ക് ചെയ്യുന്നത്? അതായത് ഇമ്പാക്റ്റ് പ്രിൻറ്ററിൽ അവിടെ ഒരു ഇങ്ക് റിബൺ ഉണ്ടാവും, പേപ്പർ ഉണ്ടാവും. ഈ ഇങ്ക് റിബൺ ഡയറക്റ്റ്, അതായത് ഈ പേപ്പറിനോട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഈ ഇങ്ക് റിബണിൻ്റെ മുകളിലായിട്ട് ഒരു മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഹെഡ് ഉണ്ടാവും. ഓക്കെ, ഈ ഹെഡ് ഇങ്ക് റിബണിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ ഇങ്ക് റിബൺ എന്ത് ചെയ്യും, അത് ഡയറക്റ്റായിട്ട് പോയിട്ട് പേപ്പറിൽ പ്രസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ക്യാരക്ടേഴ്സ് ഇടാം, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഡിജിറ്റ് ആയിക്കോട്ടെ, ഡോട്ട് ലൈൻ ആയിക്കോട്ടെ, നമുക്ക് ആ ഷീറ്റിൽ, അതായത് പേപ്പറിലോ ഷീറ്റിലോ അത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഇങ്ക് റിബൺ ഈ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഹെഡ് ഇങ്ക് റിബണിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇങ്ക് റിബൺ എവിടത്തേക്ക് പ്രസ് ചെയ്യും, പേപ്പറിലേക്ക് പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് പേപ്പറിൽ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് കിട്ടും. ആ ഇംപ്രഷൻ പേപ്പറിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഡിജിറ്റ്സ് ആയിക്കോട്ടെ, ഡോട്ട്സ് ആയിക്കോട്ടെ, ലൈൻ ആയിക്കോട്ടെ, ലെറ്റേഴ്സും അതുപോലെ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് അവിടെ പേപ്പറിൽ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, അത് ജസ്റ്റ് എന്താ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ പറഞ്ഞു ജസ്റ്റ് എന്താണെന്ന് നോക്കുന്നുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈൻ പ്രിൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എ ലൈൻ പ്രിൻറ്റർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇമ്പാക്റ്റ് ഡിവൈസ് വിത്ത് the type faces mounted on bands, chains, drums or wheels. യെസ്, അത് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഇങ്ക് റിബൺ ഉണ്ടാകും, ആ ഇങ്ക് റിബണും പേപ്പറും തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് നമുക്ക് എന്ത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ് യൂസ് ലേസർ ടെക്നോളജി, ഇങ്ക്ജെറ്റ് സ്പ്രേസ്, സെറോഗ്രാഫിക് പ്രോസസ്സസ് as used in photocopying machines, electrostatic methods and electrothermal methods to get images on the paper. നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലോട്ടേഴ്സിൽ നമുക്ക് പേപ്പറിൽ ഒരു ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? ലേസർ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ക്ജെറ്റ് സ്പ്രേസ് യൂസ് ചെയ്യുന്നുണ്ട്, സെറോഗ്രാഫിക് പ്രോസസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇലക്ട്രോതെർമൽ മെത്തേഡ്സ്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത നിങ്ങൾക്ക് സിലബസിൽ അത്രയും പഠിക്കാണോ, ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് എൻ്റെ വർക്കിങ്ങിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. ഓക്കെ, ഇൻ ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റേഴ്സ്, ഹെഡ് കണ്ടെയ്നിങ് എ റെക്ടാങ്കുലർ ഏരിയ ഓഫ് പ്രൊട്രൂഡിംഗ് വയർ പിൻസ് വിത്ത് ദ നമ്പർ ഓഫ് പിൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ പ്രിൻറ്റർ. Individual characters or graphic patterns are obtained by retracting certain pins so that the remaining pins form the pattern to be printed. Yes, എങ്ങനെയാണ് ഒരു
ഡോട്ട് മെട്രിക്സ് പ്രിൻറ്ററിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതായത് ഡോട്ട് മെട്രിക്സ് പ്രിൻറ്ററിൽ ഒരു റെക്റ്റാങ്കുലർ എറയിൽ നമുക്കവിടെ ഒരു വയർ പിൻസ് ഉണ്ടാവും. നമുക്ക് കുറേ പിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ ആ പിൻസ് ചില പിൻസ് എന്ത് ചെയ്യും, നമുക്കിപ്പോൾ എന്തെങ്കിലും ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ചില പിൻസ് ഉള്ളിലേക്ക് വലിയും, ചില പിൻസ് എന്ത് ചെയ്യും പ്രൊട്രൂഡ് ചെയ്യാതെ പുറത്തേക്ക് വരും. എന്നിട്ടാകുമ്പോൾ നമുക്ക് a head containing rectangular array protruding wire pins with a number of pins depending on the quality. The individual character are obtained by retracting certain pins so that remaining pins patterns to be ചില പിൻസ് എന്ത് ചെയ്യും പുറത്തേക്ക് വരും, ചില പിൻസ് എന്ത് ചെയ്യും ഉള്ളിലേക്ക് അങ്ങോട്ട് റിട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ റിട്രാക്ട് ചെയ്യുമ്പം ബാക്കി റിട്രാക്ട് ചെയ്യാത്ത പിൻസ് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും ആ പാറ്റേൺ നമ്മൾ പേപ്പറിലേക്ക് പ്രസ് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റെക്റ്റാങ്കുലർ അതിൽ പിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നമുക്കിതുപോലെ നമുക്ക് കുറേ പിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിൻസിൻ്റെ നമ്പർ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒരു പ്രിൻറ്ററിൻ്റെ ഡോട്ട് മെട്രിക്സ് പ്രിൻറ്ററിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇതാണ് പിൻസ്. സോ ഇതിൻ്റെ നമുക്ക് എ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് ഡോട്ട് ഇട്ടില്ല ആ പിൻസ് മാത്രം അത് ഈ ഓരോ റൗണ്ടും ഓരോ പിൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിപ്പം ബ്ലാക്ക് ഡോട്ട് ഇട്ടത് നമുക്കൊരിപ്പോൾ എ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും ഈ ബ്ലാക്ക് ഡോട്ടുള്ള പിൻസിന് എന്ത് ചെയ്യും നമ്മൾ പുറത്തേക്ക് നിർത്തും. ഓക്കെ, ബാക്കിയുള്ള മീൻസ് ബ്ലാക്ക് ഡോട്ടഡ് അല്ലാത്ത പിന്നെ ആ ഒരു പിൻസ് ദെൻ അങ്ങനത്തെ പിൻസ് എന്ത് ചെയ്യും നമ്മളതിനെ ഉള്ളിലേക്ക് വലിക്കും. സോ നമുക്ക് എന്ത് ചെയ്യും ആ ബ്ലാക്ക് ഡോട്ട് ആ പുറത്തേക്കുള്ള പിൻസ് മാത്രം നമ്മളെ എവിടത്തേക്ക് പിന്നെ ഷീറ്റിലേക്ക് പ്രസ് ചെയ്യും. സോ നമുക്കെന്താ എ എന്നുള്ളൊരു ക്യാരക്ടർ കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഡോട്ട് മെട്രിക്സ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെയുള്ള ഓരോ ഡോട്ടിനും നമ്മളൊരു പിൻസായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ എ എന്നുള്ളൊരു ക്യാരക്ടർ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഷേപ്പിലെ പിൻസ് ഉണ്ടാവും അല്ലേ, അതായത് അതിൻ്റെ ഷേപ്പിലെ പിൻസാണ് ബ്ലാക്ക് ആയിട്ട് ഡോട്ട് ചെയ്ത പിൻസ്. ആ പിൻസ് എന്ത് ചെയ്യും പുറത്തേക്ക് നിൽക്കുകയും ബാക്കിയുള്ള പിൻസിൻ്റെയൊക്കെ എന്ത് ചെയ്യും അകത്തേക്ക് വലിക്കുകയും ചെയ്യും. ദെൻ നമ്മളൊരു പേപ്പറിൽ പ്രസ് ചെയ്യാൻ നമുക്കത് എ എന്നുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റർ വർക്ക് ചെയ്യുന്നത്. Then laser device. In a laser device, a laser beam makes a charge distribution on a rotating drum coated with a photoelectric materials such as selenium. Toner is applied to the drum and then transferred to the paper. Okay, ലാസർ പ്രിൻറ്ററിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് അതിൻ്റെ വർക്കിംഗ് എന്നാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അതൊരു ഡ്രം ഉണ്ടാവും. ഓക്കെ, ആ ഡ്രമ്മിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു പേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ മോഡുലേറ്റഡ് ലാസർ ബീം ലാസർ സ്കാൻസ് യൂസ് ചെയ്തിട്ട് ഈ ഡ്രമ്മിലൂടെ പാസ് ചെയ്യും നമ്മൾ. ഓക്കെ, അതായത് ബാക്കിലും ഫോർത്തുമായിട്ട് ഡ്രം സർഫേസിലേക്ക് ഈ ലാസർ ബീം മോഡുലേറ്റഡ് ലാസർ ബീം നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ ഡ്രമ്മിന് എന്ത് കിട്ടും ഒരു പോസിറ്റീവ്ലി ഇലക്ട്രിക് ചാർജ് ഡ്രമ്മിൽ കിട്ടും. ഓക്കെ, ദെൻ ഈ ലാസർ എക്സ്പോസ്ഡ് പാർട്സ് ഈ ഡ്രമ്മിലെ ലാസർ എക്സ്പോസ്ഡ് പാർട്ട് അതായത് ലാസർ എക്സ്പോസ് ചെയ്ത പാർട്ടിൽ പോസിറ്റീവ്ലി ചാർജ് കിട്ടുമെന്ന് പറഞ്ഞു. സോ ആ ലാസർ എക്സ്പോസ്ഡ് പാർട്ടിന് എന്ത് ചെയ്യും ഒരു ഇങ്ക് പൗഡർ ഉണ്ടാവും. അതായത് ടോൺസ് എന്ന് പറയുന്ന ഒരു ഇങ്ക് പൗഡർ ഉണ്ടാവും. ആ ഇങ്ക് പൗഡർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും ഈ പോസിറ്റീവ്ലി ചാർജ് നമുക്ക് ഓൾറെഡി ഡ്രമ്മിൽ കിട്ടിയെന്ന് പറഞ്ഞു അതല്ലേ, ലാസർ ബീം ഡ്രമ്മിലൂടെ പാസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും ചില ഏരിയാസ് അതായത് ലാസർ ബീം എക്സ്പോസ് ചെയ്ത പാർട്സിലേക്ക് ഡ്രമ്മിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയിട്ടുണ്ടാകും. ദെൻ ഈ ഡ്രമ്മിൻ്റെ ആ ഡ്രമ്മ് ഏതിനെ അട്രാക്റ്റ് ചെയ്യും നമ്മളെ ഇങ്ക് പൗഡർ അതായത് ടോൺസ് എന്ന ഇങ്ക് പൗഡറിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ അങ്ങനെ ഈ ഡ്രമ്മിൻ്റെ ലാസർ എക്സ്പോസ്ഡ് പാർട്ടിലേക്ക് ഈ ഇങ്ക് പൗഡർ അട്രാക്റ്റ് ചെയ്യും. ഈ ഇങ്ക് പൗഡർ നമ്മൾ ടോൺസ് എന്ന് പറയാം. ഓക്കെ, സോ ടോൺസ് അല്ല ടോണർ എന്ന് പറയാം, TONER. ഓക്കെ, സോ അങ്ങനെയാണ് ഈ അട്രാക്റ്റ് ചെയ്ത ഇങ്ക് പൗഡർ എന്നിട്ട് എന്ത് ചെയ്യും അതായത് നമ്മൾ പറഞ്ഞു ഈ ഡ്രമ്മിൽ ഇപ്പം പോസിറ്റീവ്ലി ചാർജ് ഉള്ളതെന്ന് പറഞ്ഞു. സോ ഈ പോസിറ്റീവ്ലി ചാർജ് ഉള്ള ഡ്രമ്മിൻ്റെ സർഫേസ്
നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇങ്ക് പൗഡറായ ടോണറിനെ അട്രാക്ട് ചെയ്യും. ദെൻ ഈ അട്രാക്ട് ചെയ്ത പൗഡറിനെ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ അതാ ഇവിടെ പറയാം. ടോണർ ഈസ് അപ്ലൈഡ് ടു ദ ഡ്രം ആൻഡ് ട്രാൻസ്ഫർ ടു ദ പേപ്പർ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇങ്ക് ജെറ്റ്. ഇങ്ക് ജെറ്റ് മെത്തേഡ്സ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ബൈ squirting ink in horizontal rows across a roll of paper wrapped on a drum. ഓക്കെ, ഇങ്ക് ജെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡ്രം ഉണ്ട്. ഇങ്ക് ജെറ്റിലൊരു ഡ്രം ഉണ്ട്. ആ ഡ്രമ്മിന് റാപ്പ് ആയിട്ടൊരു പേപ്പർ ഉണ്ട്. ഓക്കെ, സോ എങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, അതുപോലെ തന്നെ ഇങ്ക് ജെറ്റിന് ഒരു നോസിൽസ് ഉണ്ട്, സ്പെഷ്യൽ നോസിൽസ് ഉണ്ട്. ആ നോസിൽസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ക് പുറത്തേക്ക് വരും. അതായത് ചെറിയ നോസിൽസ് ആയിരിക്കും. അതായത് അപ് ടു 64 നോസിൽസ് എങ്കിലും ഉണ്ടാവും അതിൻ്റെ ഹെഡിൽ. സോ ആ നോസിൽസിനോട് ഇങ്ക് പുറത്തേക്ക് വന്ന് എവിടത്തേക്ക് പോകും? ആ ഹൊറിസോണ്ടൽ റോയിൽ ക്രോസിലായിട്ട് ഇങ്ക് എന്ത് ചെയ്യും? സ്ക്വേറ്റിൽ ചെയ്യും. അതായത് പുറത്തേക്ക് വന്ന് ഈ പേപ്പറിലേക്ക് ഇങ്ക് ഇജക്റ്റ് ചെയ്യും. ഓക്കെ, ഈ പേപ്പർ എന്ന് പറയുന്നത് ഡ്രമ്മിനോട് റാപ്പ് ചെയ്തിട്ട് ഉണ്ടാവാം. ഓക്കെ, ദ ഇലക്ട്രിക്കലി ചാർജ്ഡ് ഇങ്ക് സ്ട്രീം ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. യെസ്, ഇലക്ട്രിക്കലി ചാർജ് ഇങ്ക് സ്ട്രീമിനെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? ഒരു ഡോട്ട് മെട്രിക്സ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ക് ജെറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഡ്രം ഉണ്ട്, അതുപോലെ തന്നെ നോസിൽസ് ഉണ്ട്. അതായത് ഒരു സ്പെഷ്യൽ നോസിൽസ് ഉണ്ട് അതിൻ്റെ ഹെഡിൽ. ആ നോസിൽസിലൂടെ എന്ത് വരും? ഇങ്കിനെ ഇജക്റ്റ് ചെയ്യും. അതായത് സ്ക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിനെ ഇജക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഇങ്കിനെ ഇജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പേപ്പറിൽ ഈ ഡ്രമ്മിനെ റാപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ പേപ്പർ ഉണ്ടാവുക. സോ അവിടെ ഇജക്റ്റ് ചെയ്യും ഇങ്ക്. സോ ഈ ഇലക്ട്രിക്കലി ചാർജ് ഇങ്ങനെ ഇജക്റ്റ് ചെയ്യുന്ന ആ പേപ്പറിലേക്ക് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കലി ചാർജ്ഡ് ഇങ്ക് സ്ട്രീമിനെ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡോട്ട് മെട്രിക്സ് പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, സോ അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവാത്തത് നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസ് ഇനി നമുക്കൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസിനെ പറ്റി നോക്കാം. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസ് പ്ലേസസ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദ പേപ്പർ. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? പേപ്പറിൽ ഒരു നെഗറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യും. 1 complete row at a time along the length of the paper. Yes, അതായത് ഒരു കംപ്ലീറ്റ് റോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ചാർജ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ ദ പേപ്പർ ഈസ് എക്സ്പോസ് ടു എ ടോണർ. എന്നിട്ട് ഈ പേപ്പർ എടുത്തേക്ക് ഇതാക്കും? ഒരു ടോണറിലേക്ക് എക്സ്പോസ് ചെയ്യും. ഓക്കെ, ഇവിടെ ടോണർ ഈസ് പോസിറ്റീവ്ലി ചാർജ്. ഇവിടെ ടോണർ പോസിറ്റീവ്ലി ചാർജ് ആൻഡ് സോ ഈസ് അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ്ലി ചാർജ് ഏരിയ. സോ അങ്ങനെയാണ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ്ലി ചാർജിൽ അക്രോസ് ദ റോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടാകുമ്പം ഈ പേപ്പർ നമ്മളൊരു ടോണറിലേക്ക് എക്സ്പോസ് ചെയ്യും. ഈ ടോണർ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ചെയ്യും. സോ ഈ പോസിറ്റീവ്ലി ചാർജ് ടോണർ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഏരിയാസ്, അതായത് പേപ്പറിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഏരിയാസിനെ അട്രാക്ട് ചെയ്യും. ആൻഡ് വേർ ഇറ്റ് അഡ്ഹേഴ്സസ് ടു പ്രൊഡ്യൂസ് സ്പെസിഫൈഡ് ഇൻ ഔട്ട്പുട്ട്. സോ അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ electrothermal methods use heat in a dot matrix print head to output patterns on heat sensitive paper. Yes, ഇലക്ട്രോതെർമലിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇനി പെൻ പ്ലോട്ടേഴ്സിനെ നമ്മൾ നോക്കുന്നത്. എ പെൻ പ്ലോട്ടർ ഹാസ് എ 1 or more pens mounted on a carriage. പെൻ പ്ലോട്ടറിൽ അവിടെ ഒരു കാരേജ് ഉണ്ടാകും. ആ കാരേജിൽ ഒന്നിലധികം പെൻസ് അവിടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു കാരേജ് ആവാം, അല്ലെങ്കിൽ ക്രോസ് ബാർ ആവാം. ആൻഡ് ഇറ്റ് സ്പാൻസ്, ഈ പെൻസ് എന്ത് ചെയ്യും? നമ്മളെ ഷീറ്റ് ഓഫ് പേപ്പറിലൂടെ സ്പാൻ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ദ പെൻസ് വിത്ത് വാരിയിങ് കളേഴ്സ് വിഡ്സ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് ഷെയ്ഡിങ് ആൻഡ് ലൈൻ സ്റ്റൈൽസ്. വെറൈറ്റി ഓഫ് ഷെയ്ഡിങ്സിനും ലൈൻ സ്റ്റൈൽസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സും വിഡ്സും ഉള്ള പെൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, ബോൾ പോയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫെൽറ്റ് ടിപ്പ് പെൻസ് ആർ ഓൾ പോസിബിൾ ചോയ്സ് ഫോർ യൂസ് വിത്ത് പെൻ പ്ലോട്ടർ. പെൻ പ്ലോട്ടർ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ചോയ്സ് ഓഫ് പെൻ സ്റ്റൈൽസ് ആണ് വെറ്റിംഗ് പെന്ന്, ദെൻ ബോൾ പോയിൻറ്റ്, അല്ലെങ്കിൽ ഫെൽറ്റ് ടിപ്പ് പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്ലോട്ടർ പേപ്പർ can lie flat or rolled onto the drum or belt. Yes, അവിടെ ഒരു പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ആ പേപ്പർ എങ്ങനെയാണ്? ഒന്നിക്കൽ ഡ്രമ്മിൽ ഫ്ലാറ്റായിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോട് റോൾ ചെയ്തിട്ട് ഉണ്ടാവുക. ഓക്കെ, ദെൻ ദ ക്രോസ് ബാർസ് ക്യാൻ ഐദർ, യെസ്, നമ്മൾ ഈ പറഞ്ഞ ക്രോസ് ബാർസ് ഉണ്ട്. ക്രോസ് ബാർസിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെന്നിനെ
മൗണ്ട് ചെയ്ത് വെച്ചില്ല. സോ ഈ ക്രോസ് ബാർസ് ക്യാൻ ഐദർ ബി മൂവബിൾ ഓർ ഈ പറയുന്ന ക്രോസ് ബാർസ് മൂവബിൾ ആവാം അല്ലെങ്കിൽ സ്റ്റേബിൾ ആവാം. അതുപോലെ തന്നെ അതിൻ്റെ അതിൽ ഇൻ കേസ് ആ ക്രോസ് ബാർസ് മൂവബിൾ ആണെങ്കിൽ പെൻ എന്നേക്കും സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ. യെസ്, വൈൽ ദ പെൻ മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് അലോങ് ദ ബാർ. യെസ്, ഇവിടെ ഇപ്പം നമ്മൾ ക്രോസ് ബാർസ് അവിടെ സ്റ്റേഷനറി ആണെങ്കിൽ പെൻ എന്ത് ചെയ്യും, ബാക്കോട്ടും മുന്നോട്ടേക്കും പെന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ പിന്നെ പേപ്പറിൽ നമുക്ക് ഔട്ട്പുട്ട് തരും അല്ലേ, നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് തരും. ഔട്ട്പുട്ട് മീൻസ് പ്രിൻറ്റ് ചെയ്ത് തരും. ഓക്കെ. അതായത് പെൻ പ്ലോട്ടറിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു കാരേജ് അല്ലെങ്കിൽ ക്രോസ് ബാർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് പെൻസ് ഉണ്ടാവും. ആ പെൻസിൻ്റെ വിഡ്ത്തും കളറും ഓരോ പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സും വിഡ്ത്തും അല്ലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലോട്ടർ പേപ്പർ എവിടെ വെക്കും, ഡ്രമ്മിൽ ഒന്നിക്കൽ റോൾ ചെയ്തിട്ട് വെക്കും അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് വെക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പേപ്പറിലൂടെ ഈ പേപ്പറിൽ എന്ത് ചെയ്യും, നമ്മളെ ഈ പെൻ യൂസ് ചെയ്തിട്ട് ഒന്നിക്കൽ നമ്മളെ കാരേജ് സ്റ്റേഷനറിയാണ്. പെൻ എന്ത് ചെയ്യും, ബാക്കിലും മീൻസ് ഇറ്റ് മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് ഫ്രണ്ടിലും ബാക്കിലും മൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, വേണ്ടുന്നത് നമ്മളെ ആ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തരുകയോ ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയില്ല, ജസ്റ്റ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ ഇല്ല, കാരണം ചെറിയൊരു പോർഷനാണ്, ചെറിയൊരു സെക്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. സോ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.